റിസൾട്ട് ഇതാണ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട്. ചുണ്ടിലുള്ള ഡാർക്ക്നെസ്സും എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചസാര ഫേഷ്യൽ ആട്ടോ. അപ്പൊ ഈ പഞ്ചസാര എന്ന് പറയുന്നത് നല്ലൊരു മിടുക്കനാട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവില്ല. അതായത് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുക, ഡസ്കി സ്കിൻ ആയിട്ടിരിക്കുക, പിന്നെ ടാൻ ഒക്കെ അടിച്ചിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പഞ്ചസാര ഒരു പരിധി വരെ നീക്കിക്കളയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ട് എങ്ങനെ നമുക്കൊരു ഫേഷ്യൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഫേഷ്യൽ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഫേഷ്യൽ ചെയ്യണേന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഞാനിപ്പോ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് 2 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊന്ന് ഫേഷ്യൽ ചെയ്ത് കളഞ്ഞേക്കുന്ന പിമ്പിൾസിന്റെ മാർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ഡള്ളായിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ആക്കി ഒന്ന് സെറ്റ് ആക്കി എടുക്കാന്ന്. അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നല്ല സൂപ്പർ ആയിട്ടൊരു ഫേഷ്യൽ ചെയ്യാന്ന്, സിമ്പിൾ ആയിട്ടൊരു ഫേഷ്യൽ ചെയ്യാന്നാട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു ചെറു ചൂടുവെള്ളം എടുക്കുക. അതിനുശേഷം നമ്മളൊരു കോട്ടൺ മുക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മുഖത്തെ അഴുക്കുകളൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങുകയും ചെയ്യും. പിന്നെ ചുണ്ടുകളൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്ത് ചുണ്ടിൽ കൂടി അങ്ങനെ തുടച്ചു കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഫേസ് സ്ക്രബും ഫേസ് പാക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മുഖത്തേക്ക് അബ്സോർബ് ആകും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫേസ് സ്ക്രബ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഫേസ് സ്ക്രബിന് വേണ്ടി 1/4 സ്പൂൺ തേൻ എടുക്കാം. ശേഷം 1/2 സ്പൂൺ പഞ്ചസാര എടുക്കാം. എന്നിട്ട് 3 സ്പൂണോളം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പഞ്ചസാര കുറച്ച് സോഫ്റ്റ് ആയിട്ട് മെൽറ്റ് ആയി തുടങ്ങും. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫേസ് സ്ക്രബ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഫേസ് സ്ക്രബ് ഇരിക്കേണ്ടത്. അപ്പൊ ഒട്ടും ഇങ്ങനെ ലൂസ് ആകുകയും ചെയ്യരുത്, ഒത്തിരി കട്ടിയായി പോവുകയും ചെയ്യരുത് കേട്ടോ. അത് നമ്മുടെ മുഖത്തും ചുണ്ടിലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ മൈൽഡ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ പഞ്ചസാരയാണ്, അപ്പൊ ഒത്തിരി റഫ് ആകുന്നൊന്നും കരുതണ്ട കേട്ടോ. കാരണം നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചെറിയ രീതിയിലുള്ള തരികളെ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മൂക്കിന്റെ ഈ ഭാഗം ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ മസാജ് ചെയ്യാട്ടോ. അപ്പൊ എന്നാലും അവിടുത്തെ ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവത്തുള്ളൂ. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ മുഖം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറു ചൂടുവെള്ളത്തിൽ തന്നെ തുടച്ച് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ തറയൊക്കെ അഴുക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ തുടച്ച് നീക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് കുറച്ചൊരു ഇങ്ങനെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഇത്തിരി ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി പോകുകയാണ്. ഫേസ് പാക്ക് ഇടാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം. ശേഷം 1/4 സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ആവശ്യം. അതിനുശേഷം നമുക്ക് 1.5 സ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് ഈ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലെ. അപ്പൊ അതിനുശേഷം നമ്മൾ ആ ഒരു നനവോട് കൂടി തന്നെ ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചുണ്ടിൽ സ്കിപ്പ് ചെയ്യരുത്. ചുണ്ടിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം നാരങ്ങയും തേനൊക്കെയാണ്. അപ്പൊ എന്തായാലും ചുണ്ടുകൾക്ക് നല്ല രീതിയിൽ തന്നെയുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. ഒരു 15 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം നമുക്ക് മുഖം കഴുകി കളയാം. അപ്പൊ അതിനുശേഷം കണ്ടോ റിസൾട്ട് ഇതാണ് കാണുന്നത്. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട്. ചുണ്ടിലുള്ള ഡാർക്ക്നെസ്സും എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. മുഖത്തിന് കുറച്ചും കൂടി നിറം വന്നതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് പഞ്ചസാര ഫേഷ്യൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നത്. വളരെ കുറച്ച് സമയം മാത്രം മതി. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേഷ്യൽ അങ്ങ് ചെയ്യുക. നല്ല സ്കിന്നൊക്കെ നല്ല സൂപ്പർ ആയിട്ട് തിളങ്ങുകയും ചെയ്യും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്തു നിന്നുള്ള വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പതുക്കെ പോകുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ ഓൾ.